ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ ഇൻട്രോയിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ മോട്ടോ വ്ളോഗിങ് സെറ്റപ്പാണ് നിങ്ങൾ ഈ കണ്ടത്. ഇതുപോലെ വീഡിയോ ഞാൻ എടുക്കാൻ നോക്കാം. അതിനായിട്ടുള്ള സെറ്റപ്പുകൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതായി കാണുന്ന ഇത്രയും സാധനങ്ങളാണ്. ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഇത് ടെലസ് എന്ന ബ്രാൻഡിൻ്റെ ചിൻ സ്ട്രാപ്പ് മൗണ്ട് ആണ്. ഈ ചിൻ സ്ട്രാപ്പ് മൗണ്ട് ഞാൻ യൂസ് ചെയ്യാൻ കാരണം എൻ്റെ ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കാണാൻ ഒരു എയർ ബെൻഡ് ഉണ്ട്. ആ എയർ വെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വേറെ മൗണ്ടുകൾ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ ഹെൽമെറ്റ് കണ്ടാൽ മനസ്സിലാവും. ഇതാണ് എൻ്റെ ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എയർ വെൻറ്റിൻ്റെ ഒരു ഓപ്പൺ ചെയ്യാനുള്ള ലോക്കും കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ വേറെ മൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അഡോഫീസ് എന്ന ബ്രാൻഡിൻ്റെ ഈ കാണുന്ന കേസാണ്. ഗ്യുലാൻസി വരുന്നുണ്ട്, അഡോഫീസ് വരുന്നുണ്ട്. നല്ല ബ്രാൻഡ് നോക്കിയിട്ടാണ് ചെയ്യുക. ഇതിന് മുകളിലായിട്ട് നമുക്കൊരു ലൈറ്റ് മൈക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു കണക്ഷനും അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു ലെൻസ് കവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ സൈഡിലായിട്ട് നിങ്ങൾ കാണുന്ന ഈ ലോക്ക് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോറ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് ബാറ്ററിയും അതുപോലെ മെമ്മറി കാർഡൊക്കെ ഈസിയായിട്ട് റിമൂവ് ചെയ്യാനും ഫിക്സ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഇതുപോലെ ഈ കാണുന്നത് ഇതിൻ്റെ മൈക്ക് അഡാപ്റ്ററാണ്. ഇതിൻ്റെ മൈക്ക് അഡാപ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് മൈക്ക് ഇതിനകത്ത് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഗോപ്രോയിൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഈ ഒരു ബാക്കിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതൊരു സി ടൈപ്പും അതുപോലെ തന്നെ ഒരു 2.5 ജാക്കും കാണാൻ പറ്റും. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക്. ഈ മൈക്ക് ഇതുപോലത്തെ ചെറിയ വയർ മൈക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മൈക്ക് എടുക്കുന്ന സമയത്ത് ഈ ഒരു പിൻ അതിൻ്റെ കൂടെ ഉണ്ടോയെന്ന് മാക്സിമം ശ്രദ്ധിക്കുക. ഇതൊരു 3.5 ഉള്ളത് 2.5ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പിന്നാണ്. കോപ്പർ 2.5 മാത്രമേ സപ്പോർട്ട് ആവുന്നുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു മെമ്മറി കാർഡാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡിസ്കിൻ്റെ എക്സ്ട്രീം 256 GB മെമ്മറി കാർഡാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലൊരു ജയമൗണ്ടാണ്. ജെഹുക്ക് അല്ലെങ്കിൽ ജയമൗണ്ട് എന്ന് പറയും. അതും അതിൻ്റെ ഉണ്ട്. ഈ ഒരു ബോൾട്ടും സ്ക്രൂവും എടുക്കുക. ഇതിൻ്റെ കിറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗോപ്രോ ഹീറോ 9 ഞാൻ യൂസ് ചെയ്യുന്നത് 9 ആണ്. ഇതുപോലെ നിങ്ങൾക്ക് ഗോപ്രോ കാണാൻ പറ്റും. സൈഡിനകത്തുള്ള ഡോർ ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ബാറ്ററിയും അതുപോലെ മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടും പിന്നെ USB C ടൈപ്പിൻ്റെ കണക്ടറും കാണാൻ പറ്റും. ഇതിനാണ് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും. സൈഡിൽ കാണുന്നതാണ് ഇതിൻ്റെ പവർ ബട്ടണ് കാണാൻ പറ്റും. ഇതാണ് പവർ ബട്ടണ്. സൈഡിലായിട്ട് ഗോപ്രോ 9 എന്ന ലോഗോ കാണാൻ പറ്റും. മുകളിൽ കാണുന്നതാണ് നമ്മുടെ പവർ ബട്ടണും അതുപോലെ തന്നെ എക്സ്റ്റേണൽ മൈക്കും. അപ്പോൾ ഇനി കണക്ട് ചെയ്യുന്നത് ഇതുപോലെ ഈ ഒരു സ്ട്രാപ്പ് ഹെൽമെറ്റിനകത്ത് കൂടെ പാസ് ചെയ്തിട്ട് മുകളിൽ രണ്ടെണ്ണം മുകളിലും ഒരെണ്ണം താഴെയായിട്ടും വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് മാക്സിമം സെൻറ്ററിൽ നല്ല ടൈറ്റായിട്ട് തന്നെ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഗോപ്രോ എടുത്തതിന് ശേഷം ഇതുപോലെ ഗോപ്രോയിലെ മൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ വെച്ചതിന് ശേഷം നേരെ ഹെൽമെറ്റിലേക്ക് ഇറക്കി കൊടുത്താൽ മതി. കറക്റ്റ് ടൈറ്റ് ആണെന്ന് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ഹെൽമെറ്റ് ഊരി ചാടുന്നതായിരിക്കും. ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം അടുത്തത് നമ്മൾ മൈക്കിൻ്റെ അഡാപ്റ്റർ സെറ്റ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് താഴെയായിട്ട് ഒരു ഹോള് കാണാൻ പറ്റും, ഒരു സ്ക്വയറിൽ ഹോള്. അതാണ് ഈ മൈക്ക് അഡാപ്റ്റർ സെറ്റ് ചെയ്യാനുള്ള പ്ലേസ് വരുന്നത്. അതായത് നമ്മൾ ആദ്യം തന്നെ മൈക്ക് അഡാപ്റ്റർ എടുത്തതിന് ശേഷം ആ ഒരു വയറ് ഈ കാണുന്ന ഹോളിലൂടെ കടത്തി വിടുക. എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒരു കൈ കൊണ്ട് ചെയ്യുന്നത്. ഇതുപോലെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഹോളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ കിടന്നോളും. ഇനി നിങ്ങൾ ഈ ഒരു USB കേബിൾ എടുത്തിട്ട് നേരെ ആ ഒരു ഹോളിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാം. ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇപ്പം നമ്മുടെ ഗോപ്രോ മൈക്ക് അഡാപ്റ്റർ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മൈക്ക് സെറ്റ് ചെയ്യണം. ഈ കാണുന്ന ഹോളിലാണ് നമ്മൾ മൈക്ക് സെറ്റ് ചെയ്യുന്നത്. തൊട്ടടുത്തുള്ളത് നമുക്ക് ഡാറ്റ കണക്ഷനാണ്. അതായത് നമ്മുടെ USB കേബിൾ ഉപയോഗിച്ചിട്ട് C ടൈപ്പ് കേബിൾ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇവിടെ ആയിട്ട് നേരെ കണക്ടർ പ്രസ് ചെയ്ത് കയറ്റുക. ആ ചെറിയ കണക്ടറും അവിടെ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എക്സസ് വരുന്ന വയറുകൾ
ഇതിനകത്ത് കയറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഈ സൈഡിലുള്ള ഈ പാഡിങ് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ, പ്രസ്സിങ് ലോക്കാണ്, വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സ്പേസ് കാണാൻ പറ്റും. അതിനകത്ത് മെല്ലെ കയറ്റി വെക്കുക. അധികം വലിയാത്ത രീതിയിലും അതുപോലെ എവിടെയും ജാം ആവാത്ത രീതിയിൽ തന്നെ ഫിക്സ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഈ കാണുന്ന മൈക്ക് നമ്മൾ ഇതുപോലെ ഇവിടെ സെൻട്രലായിട്ട് സെറ്റ് ചെയ്യുക. സെൻട്രലാകുമ്പോൾ നമ്മുടെ വോയിസും അതുപോലെ തന്നെ പുറന്നു വരുന്ന ഈ വിൻഡ് നോയ്സും കാര്യങ്ങളൊക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ വെള്ളമോ വേറെ എന്തെങ്കിലും ഡയറക്റ്റ് തട്ടുന്നതൊക്കെ മാക്സിമം കുറക്കാൻ പറ്റും. നിങ്ങൾ മാക്സിമം ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് മഴയത്ത് ഊരി വെക്കാൻ ശ്രമിക്കുക. സോ ഞാനിതാ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എൻ്റെ ഹെൽമെറ്റിൻ്റെ സെൻറ്ററായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ സെറ്റപ്പ്. ഇനി ഇത് കറക്റ്റ് ആംഗിൾ സെറ്റ് ചെയ്തതിനു ശേഷം ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ നമ്മൾ കളർ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതും കൂടി ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.